Assalamualaikum, welcome to this Peppercandy. അപ്പോൾ നമ്മളിന്നുള്ളത് IKEA യാസൈലിലുള്ള IKEA അബുദാബിയിലാണ്. അവിടെ വമ്പൻ സെയിൽ നടക്കുകയാണ് കേട്ടോ. ഈ ഒരാഴ്ചയും കൂടെ ഉള്ളതെന്ന് എൻ്റെ അറിവ്. 25-75% ഓഫിൽ ഒരുപാട് യൂസ്ഫുൾ കമ്മോഡിറ്റീസ് ഇപ്പോൾ അവിടെ ഉണ്ട്. നമുക്കൊന്ന് പോയി കണ്ടാലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു IKEA ബ്ലോഗ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിലോ 20 ദിറംസിൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ. കൂടുതലും ബിലോ 20 ദിറംസിൻ്റെ ആണ് കാണിക്കുന്നതെങ്കിലും 2-3 പ്രൊഡക്ട്സ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതും പുതുതായിട്ട് ഞാൻ IKEAയിൽ കണ്ടതുമായിട്ടുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. എല്ലാവർക്കും അറിയാം IKEAയിലെ ക്യാൻഡിൽസിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെ ഉണ്ട്. ഇവിടെ ബിലോ 20 ദിറംസിന് ഒരുപാടുണ്ട് കേട്ടോ. ക്യാൻഡിൽസ്, LED ലൈറ്റ്സ്, ടീ ലൈറ്റ്സ്, പിന്നെ ടേബിൾ ലാമ്പ്, അങ്ങനത്തെ കുറേ ലാമ്പും ലൈറ്റ്സും ഒക്കെ ബിലോ 20 ദിറംസിന് ഇപ്പോൾ സെയിലിൽ കിടപ്പുണ്ട്. ഇത് ബാറ്ററിയാണ്. പിന്നെ ഇത് ക്യാൻഡിൽ ഹോൾഡറാണ്. എല്ലാം ബിലോ 20 ദിറംസാണ് കേട്ടോ. നല്ല ക്വാളിറ്റി കുഷൻസ് 7 ദിറംസ്. ഇത് പ്ലാന്റ് പോട്ട് വെക്കുന്ന ബാസ്ക്കറ്റാണ് 19 ദിറംസിന്. ഇത് കണ്ടില്ലേ, ഫിറ്റോണിയ പ്ലാന്റ് പോലെ ദൂരം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തില്ല. അത് ഒരു പ്ലാന്റിന് 12 ദിറംസാണ്. അത് ആ ബാസ്ക്കറ്റിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, മോൺസ്ട്ര പ്ലാന്റ് ലീഫ്. അത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷേ ഡെക്കറേഷനൊക്കെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ലീഫാണ്. ഇതിന് 15 ദിറംസാണ് 1 പീസ് കേട്ടോ. പിന്നെ ഇത് സെൻറ്റഡ് ഹാങ്ങേഴ്സാണ്. അതായത് നമ്മൾ ക്ലോത്തിൻ്റെയൊക്കെ, അതായത് കബോർഡിനകത്ത് ക്ലോത്ത്സിൻ്റെയൊക്കെ ഇടയ്ക്ക് വെക്കാൻ നല്ല മണം വരാനായിട്ടുള്ള വാനിലയുടെയും ഉണ്ട്, സ്ട്രോബെറിയുടെയും ഉണ്ട്. ഇത് പിന്നെ ഇതുപോലത്തെ ബോക്സസ് കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ബിലോ 20 ദിറംസ് അല്ല. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 49 ആണ്. 49 ദിറംസാണ്. സെറ്റ് ഓഫ് 3 ക്യാൻഡിൽസ് 9 ദിറംസിന് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മാത്രമല്ല 9 ദിറംസിന് ഇത്രയും വലുതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് എന്താ ഉള്ളിയൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയൊരു ബാഗ് പോലെയാണ്. നമ്മുടെ മാക്രമേ ബാഗാന്ന് തോന്നുന്നു. ഇത് ആർട്ടിഫിഷ്യലാണ്, എന്നാലും 21 ദിറംസ് ആണ് റേറ്റ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാലോ. അവരുടെ ഒരു പിങ്ക് കളർ ക്രോക്കറി ആയിട്ട് നല്ല മാച്ചിങ് ആയിരുന്നു. അത് കണ്ടില്ലേ. പിന്നെ ഇത്തവണ ഞാൻ IKEAയിൽ കുറച്ച് പ്രത്യേകമായിട്ട് കണ്ടത് ഇന്ത്യൻ പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് IKEAയിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് കാണുന്നത്. ഇത് ഇന്ത്യയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ. കണ്ടില്ലേ. അത് കണ്ടപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റ് പോട്ടിന് 19 ദിറംസാണ്. ഇത് ടേബിൾ മാറ്റാണ്. 6 ദിറംസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. പലതരത്തിലുള്ള ടേബിൾ മാറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ചെയർ പാഡ് 5 ദിറംസ്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ബാസ്ക്കറ്റ് നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ കുറേ നാളായിട്ട് നോട്ടിട്ട് വെച്ചേക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് ഹാങ് ചെയ്തിടാനുള്ളൊരു സൗകര്യമില്ല. അത് കാരണം ഞാൻ മാറ്റി വെച്ചാണ് കേട്ടോ. ഇത് 16 പീസ് ഡിന്നർ സെറ്റ് 89 ദിറംസിനാണ്.
ഇത് സ്റ്റീൽ മിക്സിംഗ് ബൗളാണ്. എനിക്കിതിൻ്റെ വലുതിരിപ്പുണ്ട്. ഇതിന് ഒരു ചെറിയ സൈസാണ് 15 dirhams. പക്ഷേ ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു വലിയ ബൗൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് 5 dirhamsന് വുഡൻ ടോങ്സ് പോലത്തെ സംഭവമാണ്. നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം. ഇത് ബാൽക്കണിയുടെ വാളിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ പ്ലാന്റ് പോട്ടാണെന്ന് തോന്നുന്നു. 5 dirhams. ലേസി സൂസൻ 2 ടയറുള്ള ലേസി സൂസൻ 19 dirhams. 2 ടൈപ്പ് ഓയിൽ വെക്കാനുള്ള ബോട്ടിൽ 19 dirhams. ഇതൊക്കെ സെയിലിൽ വാങ്ങുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് സ്പൈസ് റാക്ക്, അത് 15 dirhamsന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബോട്ടിൽസ് ഇല്ല, റാക്ക് മാത്രമേ ഉള്ളൂ. ബോട്ടിൽ സെപ്പറേറ്റ് വാങ്ങണം. ഇത് ഷെൽഫ് ഇൻസേർട്ട്. ഇത് നമുക്ക് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാധനം. ഇതിനകത്ത് ചെറുതിനാണ് 17 dirhams, വലുതിന് 25 ആണെന്ന് തോന്നുന്നു. വലുതിന് 25 dirhams ആണ്. പല റേഞ്ചിലുണ്ടത്. നമുക്ക് ഫിക്സ് ചെയ്യാനേ ഉള്ളൂ, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ലിഡ് ഓർഗനൈസർ. നമ്മൾ ഒരു ഡ്രോയ്ക്ക് അനുസരിച്ചത് എക്സ്റ്റെൻഡ് ചെയ്യാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ലിഡ് പ്ലേറ്റ്സ് ഒക്കെ വെക്കാനൊക്കെ ഉള്ളൊരു ഓർഗനൈസറാണത് കേട്ടോ. പിന്നെ ഇത് ഓയിൽ ബോട്ടിൽ. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ള സംഭവമാണ്. 17 dirhams. പക്ഷേ എനിക്കത് അത്ര വേർത്തിയായിട്ട് തോന്നിയില്ല 17 dirhamsന്. പല തരത്തിലുള്ള കട്ടിംഗ് ബോർഡ് ഉണ്ട്, വുഡൻ കട്ടിംഗ് ബോർഡ്. പിന്നെ ഇത് ഡ്രോ ഓർഗനൈസറാണ്. പല ഷേപ്പിലും സൈസിലും നമ്മുടെ റേറ്റ് അനുസരിച്ച് ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ വുഡൻ ഡ്രോ ഓർഗനൈസേഴ്സും ഉണ്ട്, കട്ട്ലറി ഓർഗനൈസേഴ്സ് ഉണ്ട്. പിന്നെ ഇത് നൈഫ് ഷാർപ്നറാണ്. ഞാനിതിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. വേറൊരു ടൈപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് 45 dirhams ആണ്. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽ. പിന്നെ എല്ലായിടവും എനിക്ക് തോന്നുന്നു UAE എല്ലാ കിച്ചണിലും മിക്കവാറും കാണുന്നൊരു ഐറ്റമാണ് ഈ ഒരു ക്യൂട്ട് ഗ്ലാസ് ബോട്ടിൽസ്. നമ്മൾ കടുക്, ജീരകം അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ബോട്ടിൽസാണ് കേട്ടോ. ഇത് നമ്മുടെ ഡ്രോയറൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓർഗനൈസറാണ്. നമുക്ക് ഈ സ്റ്റിക്ക് പോലെ നിൽക്കുന്ന ഭാഗം ഇളക്കി മാറ്റി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് എസ് ഹൂക്സ് ആണ്. 5 piece 9 dirhams. അത്ര വേർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ടിഷ്യൂ റോൾ ഹോൾഡറാണ്, 1 dirham. ഇത് സ്റ്റാക്കബിൾ ഷൂ റാക്കാണ്, പക്ഷേ ഒരു ലെയറിനാണ് കേട്ടോ 15 dirhams. $17 dirhamsന് സെറ്റ് ഓഫ് 3 ചെറിയ ടൈറ്റ് ലിഡ് ജാർസ് ഉണ്ട്. ഓവർനൈറ്റ് ഓട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ തന്നെ സാധനം ഇട്ട് വയ്ക്കാനും എയർ ടൈറ്റാണ്. അപ്പോൾ നല്ല സാധനമാണിത്. ബിലോ 20 പ്രൊഡക്ട്സ് മാത്രം കാണിക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ചില സാധനങ്ങൾ കണ്ടില്ല, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കാണിക്കാതിരിക്കാനും തോന്നിയില്ല.
ഇത് ഓർഗനൈസേഴ്സാണ്, 1 ദിറം. ഇത് കുട്ടികൾക്കായിട്ടുള്ളൊരു ഓർഗനൈസറാണ്. നമുക്ക് ഡ്രോയിങ് പെന്നും കളർ പെൻസിലൊക്കെ ഇട്ട് ഒരു ബാഗിൽ തന്നെ ഓർഗനൈസ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി അത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓർഗനൈസർ 69 ദിറംസാണ്. ഇത് എപ്പോഴും IKEAയിൽ കാണുന്നൊരു സംഭവമാണ്. 7 ദിറംസിനുള്ള ഫോൺ ഹോൾഡർ. ഇത് ലാപ്ടോപ്പ് ടേബിൾ 19 ദിറംസ്. $5 ദിറംസിൻ്റെ സോഫ്റ്റ് ടോയ് ആണിത്. 5 ദിറംസിൻ്റെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് 9 ദിറംസിൻ്റെ ചെറിയ പപ്പറ്റ്സ്, കുട്ടികൾക്കുള്ള റാറ്റിൽസ് ഇല്ലേ, അതുപോലത്തെ ഒരു സാധനം. ഇതൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, സോഫ്റ്റ് ടോയ്സ് എല്ലാം ഇവിടുത്തെ. ഇതുപോലത്തെ വാൾ സ്റ്റോറേജ് യൂണിറ്റ്സ് കുറേ പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബെഡ് പോക്കറ്റാണ്. കഴിക്കുന്ന കാര്യം മാത്രമേ ആലോചനയുള്ളൂ. ഇത് ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ഓർഗനൈസറാണ്. നമുക്ക് ബുക്കോ അല്ലെങ്കിൽ വാച്ചോ മൊബൈലോ ഒക്കെ ഹാങ് ചെയ്തിടാം ഇതിനകത്ത്. ഇത് 2 സൈസിൽ വരുന്നുണ്ട്, 2 കളേഴ്സിലും വരുന്നുണ്ട്. ഇനി ചുവരിൽ ചിത്രം വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനത്തെ അമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഡ്രോയിങ് പേപ്പർ റോളാണത്. നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിനകത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ക്രിബിൾ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഒരുപാട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് അവിടെ ഉണ്ട്. ഇത് ബോക്സ് വിത്ത് ലിഡ് എന്നാണ് ഇന്നത്തെ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ സ്റ്റോറേജ് ബോക്സസ് ആണ്. സെറ്റ് ഓഫ് 3 9 ദിറംസ്. നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പിന്നെ ഈ കുറച്ച് ഫുഡ് ഐറ്റംസ് ആയാലും പ്ലാസ്റ്റിക്, ഇപ്പം സാഷി, കെച്ചപ്പ് സാഷിയൊക്കെ സൂക്ഷിക്കാനും ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീ ബാഗൊക്കെ സൂക്ഷിക്കാനൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു സാധനം തന്നെയാണ്. പോർട്ടബിൾ ഡ്രോയിങ് ബോർഡ്, കിഡ്സിന് യൂസ് ചെയ്യുന്ന പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ കുട്ടികളുടെ ഡോൾ ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റിയ പലതരത്തിലുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ഫേർണിച്ചേഴ്സും അതിൻ്റെ ബെഡ് കവറും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫ്രെയിംഡ് പെയിൻറ്റിങ് കാർഡ്ബോർഡ്. എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ചെയ്യാനേ ഉള്ളൂ, 9 ദിറംസ് ആണ്. പക്ഷെ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. കുട്ടികൾക്ക് ഇതിനകത്ത് ഫ്രെയിം ഉണ്ടാകും, ഫ്രെയിംഡ് കാർഡ്ബോർഡ് ഉണ്ടാകും, അതിൽ പെയിൻറ്റ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പ്ലേറ്റ്സും കപ്സും ഒക്കെയാണ്. ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാനത് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് നല്ല ക്വാളിറ്റിയുള്ള ബേബി ക്ലോത്താണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ക്ലോത്താണ്. നല്ല സോഫ്റ്റാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും കുട്ടികൾ, ബേബീസൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് ബേബി ബിബ്. ഇത് എനിക്ക് ആ ഒരു പ്രൈസിന് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ഇത് വീനിങ് കപ്പാണ്. കുഞ്ഞുങ്ങൾ പിടിച്ചു കുടിക്കുന്ന പ്രായത്തിലേക്ക് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷേ പ്ലാസ്റ്റിക് ആണ്. എന്നാലും ഈ ഒരു സമയത്ത്, അതായത് ആ ഒരു ഏജിൽ കൊടുക്കാൻ പറ്റിയത് ഈ പ്ലാസ്റ്റിക് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചൂടൊന്നും ഒഴിക്കാതിരുന്നാൽ ഇത് യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രൊഡക്റ്റ് ലിൻഡ് റോളർ. 4 ദിറംസേ ഉള്ളൂ. ഇത് ഫ്ലവർ സിഫ്റ്ററാണ്. ബേക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത്.
ഷൂ റാക്ക് ഓർഗനൈസർ, പിന്നെ കൊളാപ്സിബിൾ വാട്ടർ ടബ്, ഇതെല്ലാം വരുന്നത് ബിലോ 20 dirhams ആണ്. എഗ് സ്ലൈസർ, സെറ്റ് ഓഫ് 3 കട്ടിംഗ് ബോർഡ്സ്, പിന്നെ സിട്രസ് ഫ്രൂട്ട് ജ്യൂസർ, പിന്നെ സീലിംഗ് ക്ലിപ്സ്. ഇത് ഐക്കിയയിലെ ഒരു മെയിൻ പ്രൊഡക്റ്റാണ്. ഇത് 2 സൈസിൽ വരുന്നുണ്ട്, വലിയ സൈസിലുണ്ട് ചെറിയ സൈസിലുണ്ട്. 5 dirhamsനും 2 സൈസും കൂടെ ഒരുമിച്ച് വരുന്നതിന് 7 dirhams വന്നു കേട്ടോ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അഡ്ജസ്റ്റബിൾ കൊലാൻഡർ. ഇത് നമുക്ക് സിങ്കിൻ്റെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വാഷ് ചെയ്തിടാനായിട്ട് ചെറിയ ചെറിയ ക്ലോത്ത്സ്, അതായത് സോക്സ്, അങ്ങനത്തെ അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് ഉണങ്ങാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ഓർഗനൈസർ. ഇത് നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഫണലാണ്, എനിക്ക് തോന്നുന്നു കപ്പ് കേക്ക് ബാറ്ററൊക്കെ ഒഴിക്കാൻ പറ്റിയൊരു ഫണലാണെന്ന് തോന്നുന്നു. നമുക്ക് അതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഐക്കിയയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഗാർബേജ് കവർ ഓർഗനൈസർ, സോപ്പ് ഡിസ്പെൻസർ, അതിന് 3 dirhams ഉള്ളൂ കേട്ടോ. ഗ്ലാസ്സാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫോട്ടോ ഫ്രെയിമാണ്, 5 dirhams. ബ്ലാക്കും വൈറ്റും ഉണ്ട്. പിന്നെ സ്പോഞ്ചാണ്, എനിക്കൊന്ന് ഡിഷ് വാഷിംഗ് സ്പോഞ്ചായിട്ടോ അല്ലാതെ ക്ലീനിങ് സ്പോഞ്ചായിട്ടൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു. എനിക്കത് യൂസ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് യാസ് ഐലൻഡിലുള്ള അബുദാബി ഐക്കിയയുടെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ. അവിടെ നമ്മൾ ലഞ്ചും കൂടെ കഴിച്ചിരുന്നു. അപ്പോൾ ലഞ്ചിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ കൂടെ പറയാം. എനിക്കിവിടുത്തെ ക്യാരറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ ഇത്തവണ കഴിച്ചത് ചീസ് കേക്കാണ്. പിന്നെ ഇവിടുത്തെ വെജ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചൂടോടെ നന്നായിട്ട് വിശന്നിരുന്നുകൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാസ്തയൊക്കെ ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ മീറ്റ് ബോൾസും 1 time ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീറ്റ് ബോൾസ് വിത്ത് മാഷ്ഡ് പൊട്ടാറ്റോ. നമുക്ക് ഇനി ഇന്ത്യൻ ഫുഡ് കണ്ടാൽ അങ്ങോട്ടാണ് കൂടുതൽ ചായ്വ്. അത് കാരണം തന്നെ എനിക്ക് വെജ് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഈ അൺലിമിറ്റഡ് ബെവറേജ് സപ്ലൈ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബെവറേജ് 1 കപ്പിനുള്ള പൈസ കൊടുത്താൽ മതി, എത്ര അൺലിമിറ്റഡ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഐക്കിയ വിശേഷങ്ങൾ. തീർന്നിട്ടില്ല, ഇനി മറ്റൊരു വ്ളോഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഐക്കിയ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പൊയ്ക്കോ കേട്ടോ. അപ്പം പെട്രോളിൻ്റെ വിലയൊക്കെ കൂടിയെങ്കിലും ഇപ്പോൾ ഐക്കിയയിൽ പോകുന്നത് ഫുള്ളി വേർത്തിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ ഫ്രം Peppercandy.